അടുത്ത കാലത്ത് നല്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഈ മുണ്ടക്കൈ ഇതിനോടകം മാറിയിട്ടുണ്ട് എന്ന കാര്യം അതിൽ ഒരു സംശയവും വേണ്ട. ഇനി കണ്ടെത്താനുള്ള ആൾക്കാരുടെ എണ്ണവും നമ്മളെ ആ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവർ ഇതിനോടകം എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമോ, അല്ല അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം, അത് വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ തിരച്ചിൽ തുടരും. അതിലേറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം. ഏതാണ്ട് പൂർത്തിയാകാറായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അതിൽ ഇന്ന് ഉറക്കമില്ലാതെ സൈനികർ ആ നിർമ്മാണം പൂർത്തിയാക്കും. നാളെ പുലർച്ചയ്ക്ക് ഈ വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്ന രീതിയിൽ ഉറപ്പുള്ള ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയാക്കും എന്ന കാര്യം സൈന്യം ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. നമുക്ക് പ്രതീക്ഷ പകരുന്നതാണ്. ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് മുണ്ടക്കൈയെ, ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ചൂരൽമലയെ, ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അട്ടമലയെ. അങ്ങനെ ആ ഒരു പുനർനിർമ്മാണം അത് ഇനി വരും ദിവസങ്ങളിൽ നടക്കേണ്ടതാണ്. ആ നാടൊന്നാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസൃതമായ രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് മുന്നിൽ ചെയ്യാൻ ബാക്കിയുമുണ്ട്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന കണക്കുകൾ അത് 282 ഈ അവിടുത്തെ മരണസംഖ്യ എന്നുള്ളതാണ്. നമ്മളേറെ വേദനിപ്പിക്കുന്ന, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന വാർത്ത. മുണ്ടക്കയത്തി ജനങ്ങളുടെ ദുരിതം, വിഷമം, അവരുടെ ആകുലതകൾ അത് എത്രത്തോളമാണെന്നും അത് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നുവെന്നും വ്യക്തമാക്കുന്നത് അവർക്ക് നമ്മുടെ മുണ്ടക്കയത്തിന് പുറത്തുള്ള കേരളക്കരയുടെ, മലയാളിക്കരയുടെ സഹായഹസ്തങ്ങൾ, കരുതൽ, കൈത്താങ്ങുകൾ, ചേർത്തുവെക്കൽ അത് എത്രത്തോളം വേണ്ടി വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വേണ്ടി വരും എന്നതുകൂടി നമ്മളെ മനസ്സിലാക്കി തരുന്ന കാഴ്ചകളാണ്. ഉരുൾപൊട്ടൽ നാടിൻ്റെ നെഞ്ചു പിളർത്തിയപ്പോഴും വീഴാതെ നിന്നൊരു കെട്ടിടമുണ്ട് വെള്ളാർമലയിൽ. വെള്ളാർമല GVHSൽ 2 നില കെട്ടിടം. നിരവധി കുടുംബങ്ങൾക്കാണ് ഈ കെട്ടിടം രക്ഷാകവചമായത്. ചെമ്പ്രക്കൊടിമുടിയുടെ താഴ്വാരത്തെ ചെറുപട്ടണം, പച്ചപുതച്ച മലനിരകളും വെള്ളരിമലയിൽ നിന്ന് ഉറവ് പൊട്ടുന്ന ഇരുവന്നിപ്പുഴയും അലങ്കാരമായിരുന്നു വെള്ളാർമലയ്ക്ക്. അപകടത്തിനു മുന്നേയുള്ള വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങൾ ആരെയും കണ്ണീരണിയിക്കും. സ്കൂളും വെള്ളാർമലയും ഇന്ന് ദുരന്തത്തിന്റെ അവശേഷിപ്പുകളാണ്. മുന്നിലുള്ള സകലതിനെയും വിഴുങ്ങിയാണ് മുണ്ടക്കൈയിൽ നിന്ന് ജലപ്രവാഹം എത്തിയത്. ഇരുവന്നിപ്പുഴ പല വഴിയിൽ കുത്തിയൊലിച്ചു. അപ്പോഴും ഇടറി വീഴാതെ പിടിച്ചുനിന്ന സ്കൂൾ കെട്ടിടം നിരവധി കുടുംബങ്ങൾക്ക് അഭയകേന്ദ്രമായി. മലവെള്ളപ്പാച്ചിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിലംപൊത്തി. സ്കൂൾ മുറ്റവും മൈതാനവും നിമിഷങ്ങൾ കൊണ്ട് പുഴയായി മാറി. അവശേഷിച്ച 2 നില കെട്ടിടത്തിൽ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ വൻമരങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും പാറക്കല്ലുകളും തങ്ങി നിന്നു. നാടിന്റെ അടയാളമായിരുന്ന വെള്ളാർമല സ്കൂൾ ഇപ്പോൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. ദുരന്തമുഖത്ത് ഇനി അവശേഷിക്കുന്നത് ഒരു ചോദ്യം മാത്രം. ചൂരൽമലയ്ക്ക് അറിവ് പകർന്ന വെള്ളാർമല GVHSന് വരും തലമുറയ്ക്ക് വഴികാട്ടിയാകാൻ ഇനി എത്ര നാൾ വേണ്ടിവരും? ന്യൂസ് ഡെസ്ക് 24. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ആ നാടിനെ. അത് നമ്മൾ മുൻപും നമ്മൾ കാണിച്ചതാണ്. 2018 മുതൽ ആ മഹാപ്രളയത്തിൻ്റെ കാലത്ത്, അതിന് പിന്നീട് വന്ന കോവിഡ് കാലം, നമുക്ക് അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട്. പിന്നീട് ഓരോ വർഷങ്ങളായി നമ്മളൊപ്പം വന്ന പല ദുരന്തങ്ങൾ, അതിൽ വയനാട്ടിലെ തന്നെ കവളപ്പാറയും പുത്തുമലയും ഒക്കെയുണ്ട്. അതിന് പിന്നാലെ അതിനടുത്തുള്ള മറ്റൊരു പ്രദേശമായ ഈ മുണ്ടക്കൈയും, അതും നമ്മുടെ സങ്കട കയമായി മാറുന്നു, സങ്കട മലയായി മാറുന്നു. അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്കറിയാം. അത് നമുക്ക് വേണ്ടത് പിന്തുണയാണ്, അവർക്ക് നൽകേണ്ടത് പിന്തുണയാണ്, സഹായമാണ്. നമുക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, അനാവശ്യമായ പണപ്പിരിവുകൾ അത് നടത്തരുത് എന്നാണ്. അത് ഒറ്റയ്ക്കാണെങ്കിലും ശരി, അതല്ല കൂട്ടമായിട്ടാണെങ്കിലും ശരി, അനാവശ്യമായ പണപ്പിരിവ് നടത്താതിരിക്കുക. ഒപ്പം തന്നെ പലരും ഈ വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഭക്ഷണങ്ങളും ഒക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യരുത്. കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ എന്ന് മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായിരുന്നു. കാരണം അത് ആവശ്യത്തിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകും, അത് വലിയ നഷ്ടമുണ്ടാക്കും. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിക്കും. ആ അറിയിപ്പനുസരിച്ച് മാത്രം ചെയ്യുക. അത് ഔദ്യോഗികമായ അറിയിപ്പുകളായി മാത്രം നോക്കുക. അത്തരം അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചത്. ഒപ്പം CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൃത്യമായി സംഭാവന നൽകിക്കൊണ്ട് സഹായിക്കുക ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെ എന്നുകൂടി ആഹ്വാനം ചെയ്യുകയായിരുന്നു. അത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഒരു കടമ കൂടിയാണ്, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അത് പറ്റാവുന്നവർ ചെയ്യുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും ദൃശ്യങ്ങളിലേക്കും ഇന്നത്തെ കാഴ്ചകളിലേക്കും വന്നു കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാരും നമ്മുടെ അവിടുത്തെ പ്രതിനിധികളും ഒക്കെ തന്നെ നൽകിയ വിവരം അനുസരിച്ച് അത് കരളലിയിപ്പിക്കുന്നതാണ്, നമ്മളെ ആകെ വിഷമത്തിലാക്കുന്നതാണ്. അത് നാളെയും ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ
കാഴ്ചകളുണ്ടാവും. കൂടുതൽ മുന്നോട്ടേക്ക് ഈ ദൗത്യസംഘം നാളെ ചെല്ലും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നാളെ എത്തിച്ചേരും. അവിടെയും തെരച്ചിൽ നടത്തും. ആ സമയങ്ങളിലൊക്കെ എന്താണ് ദേശത്തെ കാഴ്ചകൾ, അവിടുത്തെ അവസ്ഥ നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അത് അത്രമാത്രം ഭയാനകമാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ഇന്ന് കണ്ട കാഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ. എസ് വിജയകുമാർ ചേരുന്നുണ്ട് അവിടെ ഒന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിജയകുമാർ, നാളെ ഇപ്പോൾ ഈ ബെയിലിപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്ത്, ഈ പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഉപയോഗിച്ചുള്ളൊരു പരിശോധനയ്ക്കാണോ സൈന്യം തയ്യാറെടുക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ചൂരൽമല, അട്ടമല എന്നീ ഭാഗങ്ങൾ കൂടി ഈ ദുരന്തത്തിന്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നുണ്ട്. അവിടേക്കും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടോ? വയനാട്ടിൽ അപ്രതീക്ഷിതമായി ഓറഞ്ച് അലേർട്ടിൽ നിന്ന് വീണ്ടും റെഡ് അലേർട്ടിലേക്ക് കാലാവസ്ഥ മാറുന്നു എന്നതാണ് ഈ വൈകുന്നേരം, ഈ രാത്രിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക. അത് പലതരത്തിലാണ് ആശങ്ക നമ്മളെ ബാധിക്കുന്നത്. ഒന്ന്, നാളത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ഈ അതിതീവ്ര മഴ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ദൗത്യം നാളെ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ റെഡ് അലേർട്ട് എന്ന വിവരം വരുന്നത്. അത് ഒരു കാര്യം. മറ്റൊന്ന്, വീണ്ടും കനത്ത മഴ പെയ്യുന്നു എന്നത് ജില്ലാ ഭരണകൂടത്തെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പലയിടത്തും മണ്ണിടിച്ചിൽ മേഖലകളുണ്ട്. അവിടെയുള്ള ആളുകളുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ശ്രദ്ധ ചെലുത്തേണ്ടി വരും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലേർട്ടാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ മഴയാണ് ഇവിടെ പെയ്തത്. ആ മഴയിൽ ഈ ആർമി അവരുടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്ന ജോലി തടസ്സപ്പെട്ടു. മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനത്തെ അത് തടസ്സപ്പെട്ടു. ആ മേഖലയിൽ മണ്ണിടിയാൻ തുടർന്ന് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട് ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല പ്രതിസന്ധിയും ഈ പ്രതികൂല കാലാവസ്ഥ രക്ഷാദൗത്യത്തെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. നാളെയും ആ സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. അതിൽ വലിയ ആശങ്കയുണ്ട്. നാളെ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് പോകേണ്ടുന്ന വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ, അത് ഇന്ന് നേരത്തെ തന്നെ മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ ആ പുഴ കടന്ന് അവിടേക്ക് പോയിട്ടുണ്ട്. അത് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ദൗത്യത്തിൽ നാളെ നിർണായകമാകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം കൂടുതൽ ക്രമീകരണങ്ങൾ എന്തൊക്കെ വേണം എന്നതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. മന്ത്രിമാരടങ്ങുന്ന ഈ സംഘം അവരിവിടെ ഏകോപനത്തിന് ചുമതലയുണ്ട്. അവരും ഈ ചർച്ചയിൽ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടേക്ക് വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നാളെ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നാളെ ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് ഒരു റിപ്പോർട്ട് നൽകിയേക്കുമെന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ആർമി, വ്യോമസേന, അതുപോലെ തന്നെ നാവികസേന, ഏഴിമലയിൽ നിന്ന് വന്ന മുങ്ങൽ വിദഗ്ധർ, അവരൊക്കെ ഇവിടെ സജീവമായി രക്ഷാദൗത്യത്തിലുണ്ട്. NDRF ഉണ്ട്, കേരള പോലീസ് ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉണ്ട്. അവരുടെയൊക്കെ നിരന്തരമായ ഇടപെടൽ ഈ ദുരന്ത മേഖലയിൽ നമ്മൾ ഓരോ മണിക്കൂറിലും കാണുകയാണ്. ഈ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്ന രണ്ടാം നിര പോരാളികളായി ഈ ദൗത്യത്തിന് ഭാഗമായ ഇവിടുത്തെ നാട്ടുകാർ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അവരുടെ വിശ്രമമില്ലാത്ത ജോലി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് മുണ്ടക്കൈ മേഖലയിലൊക്കെ വലിയ തോതിൽ രക്ഷാപ്രവർത്തകർ എത്തുകയും അവർ രാവിലെ മുതൽ തന്നെ അവരുടെ ജോലിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പലയിടത്തു നിന്നും നമ്മൾ പറയുന്ന ഇപ്പം മരണസംഖ്യ ആ കണക്ക് വല്ലാതെ ഉയരുന്നുണ്ട്. നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിൽ, ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ഉയരുന്നുണ്ട്. അതിലും അപ്പുറത്താണ് ഈ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ഒരു കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നവർ പറയുന്നു. പക്ഷേ നമുക്ക് സർക്കാർ ഏജൻസികൾ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ, സ്ഥിരീകരിച്ച വിവരങ്ങളെ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ കഴിയൂ. ബാക്കിയൊക്കെ റവന്യൂ വകുപ്പ് അത് പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതുപോലെ തന്നെ കാണാതായവരുടെ കാര്യത്തിൽ 221 പേരെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. പക്ഷേ അത് നാട്ടുകാരെ സംബന്ധിച്ച് അവർ ഒട്ടും സ്വീകരിക്കുന്നില്ല. അത് അങ്ങനെയല്ല കണക്ക്, അതിലൊക്കെ അപ്പുറത്താണ് ആ കണക്കെന്ന് അവർ പറയുന്നു. അതിലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒന്നിനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അതും സർക്കാർ ഏജൻസികളാണ് അത് ഇത്തരം കാര്യങ്ങളിൽ ഏകോപനം, നാട്ടുകാരുമൊക്കെ സംസാരിച്ച് അതിൽ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അത് സ്ഥിരീകരിക്കണമോ, അത് അപ്ഡേറ്റ് ചെയ്യണമോ എന്നൊക്കെയുള്ള തീരുമാനമെടുക്കണം. നമ്മളുടെ മുന്നിൽ റവന്യൂ വകുപ്പ് നൽകിയ കണക്കാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലായിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കുക. ഇതെങ്ങനെ ഈ നടപടി, ഈ ദൗത്യം മുന്നോട്ട് പോകുമെന്നതിൽ ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അതിൻ്റെ കൂടുതൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത
നേരിട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതിനു മുന്നിലാണ് നമ്മൾ ആകെ നിൽക്കുന്നത്. അതിൻ്റെ മുന്നിൽ എന്തായാലും കീഴടങ്ങുക അസാധ്യമാണ്. പോരാടുക എന്നത് മാത്രമേ നമ്മളുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അതിന് സർവ്വ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒരുക്കി നമ്മൾ ഇറങ്ങുന്നുണ്ട്. അത് കാലാവസ്ഥ പ്രതികൂലമാകാതിരുന്നാൽ നാളെ അതിൽ നിർണായകമായിരിക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പ് ആ പോരാട്ടം എന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു അതിജീവനത്തിൻ്റെ ആദ്യത്തെ സൂചന തന്നെയായിരിക്കും ആർമി അവിടേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക പാലം. അത് അതിജീവനത്തിൻ്റെ ഒരു തെളിവായി ഒരു പ്രതീകമായി ആ പാലം അവിടെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. നാളെ വൈകിട്ടോടുകൂടി ആ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്കാണ് രാത്രിയിലും അവിടെയും ആർമിയുടെ ജോലി പുരോഗമിക്കുന്നത്. വിവിധ ഏജൻസികൾ ഏതെങ്കിലും രാഷ്ട്രീയ, മത, സാമുദായിക, ഭാഷാ വ്യത്യാസമൊക്കെ മറികടന്ന് അതിനെയൊന്നും കണക്കിലെടുക്കാതെ, അതൊന്നുമില്ലാതെ വലിയ രക്ഷാദൗത്യത്തിന് ഒരുമയോടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ദുരന്ത മുഖത്ത് നിന്ന് കാണുന്നത്. അതൊരു ആശ്വാസ കാഴ്ചയാണ്. അപ്പോഴും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല, ഒട്ടും പ്രതീക്ഷാ നിർഭരമല്ല, വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്, വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ്, നമ്മളെ ആകെ തകർത്ത് ഉലച്ച് കളയുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ നാളെയും മറ്റന്നാളുമൊക്കെ നമ്മൾ നേരിടാനും അഭിമുഖീകരിക്കാനും പോകുന്നത്. അതിനെ ആ നിലയ്ക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അഭിമുഖീകരിക്കാതെ തരമില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. വിജയകുമാർ പറഞ്ഞതനുസരിച്ച് നാളെ ഇപ്പോൾ നമ്മുടെ ഈ രക്ഷാദൗത്യത്തിന്റെ 3-ാം ദിനമാണ്. ഈ ഗോൾഡൻ അവേഴ്സ് പരിമിതപ്പെടുന്നു. ഒരു അപകടം നടന്ന 3-ാം ദിനം, അത് അതിൻ്റെ ഏറ്റവും വേഗതയിൽ, അതിൻ്റെ ഏറ്റവും ഫേസിൽ രക്ഷാദൗത്യം നടത്തേണ്ട ദിനം കൂടിയാണ്. പക്ഷേ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുണ്ടക്കൈ, അതായത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലമാണ് പൂർണ്ണമായും തകർന്നത്. ഈ പാലത്തിന് പകരം ബദലായി അതിശക്തമായ ഒരു താൽക്കാലിക പാലം പണിതാൽ നമുക്ക് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഹെവി മെഷീൻസ് അതിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് നമ്മൾ രക്ഷാദൗത്യത്തിലുടനീളം കണ്ടതാണ് മുണ്ടക്കൈയിലേക്ക് മാൻ പവർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു JCB വേണ്ടി ഇറ്റാച്ചുകളും എത്തിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയെങ്കിലും അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വേഗത്തിൽ, കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയ മെഷീനറീസ് എത്തിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അതിനൊരു സാധ്യത തുറന്നിടുകയാണ് ഈ ബെയിലി പാലം. അപ്പോൾ നാളെ ഒരു നിർണായകമായ രക്ഷാപ്രവർത്തന ദൗത്യമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും അടക്കം എത്തിച്ചിരിക്കുന്ന മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പണറീസ്, മെഷീനറീസ് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വ്യാപകമായ ഒരു തെരച്ചിലായിരിക്കും നാളെ അവിടെ ഉണ്ടാകുക. ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയിരുന്നു ആ ഇടങ്ങളിൽ. പക്ഷേ ഓറഞ്ച് അലേർട്ട് സമയത്തും ഒരു വൈകിട്ടോടുകൂടി പെയ്ത മഴ നമ്മൾ കണ്ടതാണ്. നാളെ റെഡ് അലേർട്ട് ആകുന്നു. മഴ എത്രത്തോളം പ്രതിസന്ധിയാകും, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും അതൊരു റെഡ് അലേർട്ട് എന്ന മുന്നറിയിപ്പ്, അതൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. അതിനുകൂടിയുള്ള ഒരു റെഡ് അലേർട്ട് മുന്നിലുള്ളത് കൊണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമായിരിക്കും, അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ആയിരിക്കും സൈന്യം മുന്നോട്ട് വെക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലേക്ക് നമുക്ക് ഉണ്ടായ ഒരു പ്രധാന വെല്ലുവിളി ഈ മുണ്ടക്കൈ, ചൂരൽമല അല്ലെങ്കിൽ വിളാർമല ഭാഗത്ത് എത്ര ആളുകളുണ്ടായിരുന്നു, എത്ര വീടുകളുണ്ടായിരുന്നു എന്നൊരു സംശയം. കാരണം ആ ടെറൈൻ്റെ ജിയോഗ്രഫി ആകെ മാറിയിരിക്കുന്നു. വീടുകളുള്ളിടത്തേക്ക് അത് പുഴയ്ക്ക് വഴിമാറിയ അതിൻ്റെ മാറിയ കാഴ്ചകളാണ് കണ്ടത്. അതുകൊണ്ട് ഇന്നൊക്കെ ഈ റവന്യൂ വകുപ്പ് നടക്കം ഇത്തരത്തിൽ വാട്ടർ സിസ്റ്റം, മറ്റ് വീടുകളുടെ എണ്ണവും അവിടെയുള്ള കുടുംബങ്ങളുടെ പട്ടികയുമൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി പ്രിസൈസ് ചെയ്തൊരു കണക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടന്നത്. പക്ഷേ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിൽ റവന്യൂ വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഏകോപനം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതൽ ഇത്തരത്തിൽ ഒരു സയന്റിഫിക്കലി വീടുകൾ, ആ പഴയ ജിയോഗ്രഫിയിൽ എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു, ആ വീടുകൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ പുറത്തുണ്ടായിരുന്നു അടക്കമുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഒരു വ്യക്തത ആരൊക്കെ എവിടെയുണ്ട് എന്നൊരു രീതിയിൽ വ്യക്തതയുള്ള, അതിനപ്പുറത്തേക്ക് കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീനറി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നാളെ ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, തീർച്ചയായിട്ടും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം, അതിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി, അത് നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് മുണ്ടക്കൈയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതെ